വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് കുക്കിംഗ് ബ്രൗൺ റൈസ്, ബസുമതി റൈസ്, ബ്രൗൺ റൈസ്, ഇങ്ങനെ ഒരു ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1.5 ഗ്ലാസ് അരി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. മറ്റേ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്, അത് നമുക്കുണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കുന്ന വെജിറ്റബിൾ ബിരിയാണിക്കുള്ള പച്ചക്കറികൾ ഇതെല്ലാം കൂടെ കുറച്ച് അരിഞ്ഞ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്പെഷ്യൽ ബിരിയാണി, ഹെൽത്തി ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള അരി അടുപ്പിലിട്ടിട്ടുണ്ട്. ബിരിയാണി അരി. ഇത് തിളച്ച് റെഡിയായതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ ഇത് റെഡിയായി വരുമ്പോൾ നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. ഹെൽത്തി സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാ ബിരിയാണി അല്ല. നമ്മുടെ ബിരിയാണിയുടെ അരി പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിവിടെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ മത്തങ്ങ, പടവലങ്ങ, കാരറ്റ്, അമരപ്പയർ, തക്കാളി, പച്ചമുളക്, ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള വെള്ളത്തിൽ ഇതും കൂടെ അങ്ങ് കിടന്ന് വെന്തോളും. ഇത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. കാണിക്കാം. ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് മതി. ശകലം ഉപ്പും കൂടെ. ഞാൻ 10 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാല ഇതൊക്കെ അങ്ങോട്ട് ഇടുന്നു. പട്ടയോ ഗ്രാമ്പുവോ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു തരം ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണി. അതിലേക്ക് നമ്മൾ എണ്ണ, നെയ്യ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പുതിനയില കിട്ടിയിട്ടുണ്ട്, മല്ലിയില കിട്ടിയില്ല. അതിനാണ് പുതിനയില ചേർത്ത് കൊടുക്കാം.
ഏതാണ്ട് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഇനി ഇത്തിരി അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അതിന് അണ്ടിപ്പരിപ്പ് കൊണ്ടുവരാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണിയൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പെഷ്യൽ കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണ്. ഇതാണ് സ്പെഷ്യൽ തേങ്ങയാണ്. ഇതിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അടിപൊളിയാണ്, ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നു. സ്പെഷ്യൽ ബിരിയാണി ആവശ്യത്തിന് റെഡിയായിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എണ്ണയൊന്നും ചേർക്കാത്ത വെജിറ്റബിൾ ബിരിയാണി. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചക്ക അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായി. അല്പം പുളിശ്ശേരിയും കൂടി ചേർത്ത് കഴിക്കാം. കൊള്ളാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.